ഹലോ സ്റ്റുഡൻസ്, ബിസിനസ് ലോ അക്കാഡമിയുടെ കോൺട്രാക്ട് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടീജിയൻ കോൺട്രാക്റ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് കണ്ടീജിയൻ കോൺട്രാക്ട്? ഏതൊക്കെ തരത്തിൽ കണ്ടീജിയൻ കോൺട്രാക്റ്റുകളുണ്ട്? എപ്പോഴൊക്കെയാണ് കണ്ടീജിയൻ കോൺട്രാക്റ്റ് നിയമപ്രാബല്യം വരുന്നത്? എങ്ങനെയൊക്കെ അത് നിയമപ്രാബല്യത്തിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് കണ്ടീജിയൻ കോൺട്രാക്റ്റിൻ്റെ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ സെക്ഷൻ 31 മുതൽ സെക്ഷൻ 36 വരെയാണ് കണ്ടീജിയൻ കോൺട്രാക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ എടുക്കുന്നത്. സാധാരണഗതിയിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടാണ് കണ്ടീജിയൻ കോൺട്രാക്റ്റ് കാണാറുള്ളത്. കണ്ടീജിയൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റിൻ്റെ കാറ്റഗറിയിൽ വരാത്തതാണ്. എന്നാൽ എല്ലാ സ്പെഷ്യൽ കോൺട്രാക്റ്റുകളിലും കണ്ടീജിയൻ കോൺട്രാക്റ്റിൻ്റെ ഒരു എസെൻസ്, ഒരു സാദൃശ്യം കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കണ്ടീജിയൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ സാധാരണഗതിയിൽ കാണാത്തത്. സാധാരണ കോൺട്രാക്ട് ബയർ ആക്ടിൽ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 എന്നുള്ള രീതിയിലുള്ള ഫോളോ അപ്പ് ഇല്ല. സോ LLB സ്റ്റുഡൻസിന് എപ്പോഴും സ്പെഷ്യൽ കോൺട്രാക്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ BCom അങ്ങനെയുള്ള സ്റ്റുഡൻസിന് എപ്പോഴും മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 എന്ന് തരം തിരിച്ച് കാണും. BTHM MBA സ്റ്റുഡൻസിനൊക്കെ സാധാരണഗതിയിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൻ്റെ കൂടുന്ന അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്നും മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അങ്ങനെയുള്ള ചാപ്റ്ററിൽ മൊഡ്യൂൾ 1ൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കോണ്ടിജന്റ് കോൺട്രാക്ട്. കണ്ടീജിയൻ കോൺട്രാക്റ്റിൻ്റെ ഒരു സന്ദർഭം നമുക്ക് നോക്കാം. രാമു എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ആ പിക്ചറിൽ കാണുന്ന റെഡ് ഷർട്ടായിട്ട് നിൽക്കുന്ന ആ വ്യക്തിനെ രാജുവായിട്ട് സങ്കല്പിക്കുക. ഗ്രീൻ ഷർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തിനെ രാമുവായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ രാമുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്ഥിരയാത്രക്കാരനല്ല ട്രെയിനിൽ. ഇവർ രണ്ടുപേരും കൂട്ടുകാരാണ്. ഇവർ രണ്ടുപേരും മംഗലാപുരത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ രാമു ഒരു സ്ഥിരം ട്രെയിൻ യാത്രക്കാരനല്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ വരവോ പോക്കോ കൃത്യമായി അറിയാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ രാജു സ്ഥിരമായി ട്രെയിനിൽ മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ട്രെയിൻ എന്ന് പറയുന്നത് പരശുറാം എക്സ്പ്രസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവര് ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി ആ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് രാമു വളരെ വറീഡാണ് സത്യത്തിൽ. കാരണം ട്രെയിനിൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ രാജുവിനോട് ഒരു പ്രശ്നം പോലെ പറയുകയാണ്, രാജു, ഈ ട്രെയിൻ കൃത്യസമയത്ത് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കൃത്യസമയത്ത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ രാജു പറയുന്നത്, അങ്ങനൊരു പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഞാനിതിൻ്റെ സ്ഥിരമായ ഒരു യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ട്രെയിൻ കൃത്യസമയത്ത് തന്നെ ഈ സ്റ്റേഷനിൽ എത്തും.
അങ്ങനെ എത്തിയില്ലെങ്കിൽ നിനക്ക് ഞാൻ 500 രൂപ തരാം എന്നും പറഞ്ഞ് രാജു ഒരു ബെറ്റ് വെക്കുകയാണ്. ഇതേ സന്ദർഭമല്ല സത്യത്തിൽ ആ പിക്ചറിലുള്ളത്. പക്ഷെ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു സിനേറിയോ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ പാതി കാര്യമേ ആ പിക്ചറിലുള്ളൂ സത്യത്തിൽ. അപ്പൊ രാജു 500 രൂപ കൊടുക്കാൻ തയ്യാറാണ്. ആ വരുന്ന ട്രെയിൻ പരശുറാം എക്സ്പ്രസ് കൃത്യമായി സമയത്ത് വന്നില്ലെങ്കിൽ. അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ നമ്മൾ ബെറ്റും വേജറൊക്കെ വെക്കുന്നു ഉണ്ട് അല്ലേ? അങ്ങനെ വെക്കുന്ന ബെറ്റുകളെയും വേജറുകളെയാണ് നമ്മൾ കണ്ടീജിയൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ, ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ വെച്ച് നമ്മൾ കൂടുന്ന കോൺട്രാക്റ്റുകളെയാണ് സാധാരണഗതിയിൽ കണ്ടീജിയൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. കണ്ടീജിയൻ കോൺട്രാക്ട് എന്ന് പറയുന്ന നാമം, ആ വേർഡ് സാധാരണ ജീവിതത്തിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ കണ്ടീഷണൽ വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കണ്ടീഷനായിട്ട് കണ്ടീഷണൽ വെക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണഗതിയിൽ കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ് കണ്ടീജിയൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് ഇവന്റിനും ഉണ്ടാവും, ആ പറയുന്ന പർപ്പസ് ബന്ധപ്പെട്ട്. അതാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ രാജു പരശുറാം എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ ലേറ്റ് ആവുകയാണെങ്കിൽ രാമുവിന് 500 രൂപ കൊടുക്കേണ്ട ബാധ്യത വരികയാണ്. അതേസമയം രാമുവിനെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന കരാർ ഓണാവണമെങ്കിൽ ട്രെയിൻ ലേറ്റ് ആവണം. ട്രെയിൻ കൃത്യസമയത്താണ് വരുന്നതെങ്കിൽ രാമുവിനൊരിക്കലും അല്ലെങ്കിൽ രാജുവിനൊരിക്കലും രാമുവിന് 500 രൂപ കൊടുക്കേണ്ട ആ ബാധ്യത വരുന്നില്ല. അപ്പൊ കണ്ടീജിയൻ കോൺട്രാക്ട് ഓൺ ആവുന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്നത് ആ പറയുന്ന കണ്ടീഷനിൽ അനുസരിച്ച് സാഹചര്യം വരാത്ത സമയത്താണ് കണ്ടീജിയൻ കോൺട്രാക്ട് ആക്റ്റീവ് ആവുന്നത്. നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കാം. കണ്ടീജിയൻ കോൺട്രാക്റ്റിനെ പറ്റി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 31 ആണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടീജിയൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് കണ്ടീജിയൻ കോൺട്രാക്ട് ഈസ് ടു ഡു or not to do something if some event collateral to such contract does or does not happens. കണ്ടീജിയൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ എപ്പോൾ ഒരു സാഹചര്യത്തിൽ ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ആ സാഹചര്യം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുമ്പോൾ. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ ഒരു സംഭവം ഉണ്ടാവുമ്പോഴോ ഉണ്ടാവാതിരിക്കുമ്പോഴോ അത് ബന്ധപ്പെട്ട് ചെയ്യാമെന്നോ ചെയ്യാതിരിക്കാമെന്നോ പറയുന്ന ഒരു കണ്ടീഷനെയാണ്, ഒരു കരാറെയാണ് കണ്ടീജിയൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പത്തെ എക്സാമ്പിൾ രാമുവിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ട്രെയിൻ ലേറ്റ് ആവുന്നതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഇവന്റ്. അപ്പൊ ട്രെയിൻ ലേറ്റ് ആയാൽ ശേഷം മാത്രമാണ് രാമുവിന് 500 രൂപ ചോദിക്കാനുള്ള ആ കടമ, ആ ഡ്യൂട്ടി രാമുവിന് ഉദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ രാജുവിന് 500 രൂപ രാമുവിന് കൊടുക്കാനുള്ള ആ ബാധ്യത വരുന്നുള്ളൂ. എന്നാൽ ആ പറയുന്ന ട്രെയിൻ ലേറ്റ് ആവാതെ കറക്റ്റ് ടൈമിന് എത്തുകയാണെങ്കിൽ, സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ രാജുവിനെ സംബന്ധിച്ചിടത്തോളം രാമുവിന് 500 രൂപ കൊടുക്കേണ്ട സാഹചര്യമില്ല. അപ്പൊ ട്രെയിൻ എത്തുക എന്നുള്ളത് ഒരു അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് ആണ്. അത് നടക്കാം, അത് ലേറ്റായി വരാം, ലേറ്റായി വരാതിരിക്കാം. അത് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധാരണ സാധിക്കുകയില്ല. അപ്പൊ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒരു കണ്ടീഷൻ മുഖേന ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളെയും നമ്മൾ കണ്ടീജിയൻ കോൺട്രാക്ട് എന്ന് പറയും. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. എ കോൺട്രാക്ട് ടു പേ B rupees 10,000 if
ബീസ് ഹൗസ് ഈസ് ബേൺ. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഒരു കോൺട്രാക്ട് കൂടി 10,000 രൂപയ്ക്ക് ബിയുടെ വീട് കത്തുകയാണെങ്കിൽ എ 10,000 രൂപ കൊടുത്തു കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ബിയുടെ വീട് കത്തുകയാണെങ്കിൽ മാത്രമാണ് എക്ക് അങ്ങനെ ഒരു ബാധ്യത വരുന്നുള്ളൂ. അതേസമയം ബിയുടെ വീട് ഒരു ഭൂമി കുലുക്കത്തിൽ നശിച്ചു പോവുകയാണെങ്കിൽ എക്ക് ഒരു ബാധ്യത വരികയില്ല. ഒരു വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോവുകയാണെങ്കിൽ എക്ക് ഒരു ബാധ്യത വരില്ല. എക്ക് ബാധ്യത വരണമെങ്കിൽ ബിയുടെ വീട് എ പറയുന്ന രീതിയിൽ കത്തി നശിക്കണം. അത് ബി മനഃപൂർവ്വം ചെയ്താലും ആ പറയുന്ന കോൺട്രാക്ട് വോയിഡ് ആണ്. അതാണ് an event collateral to such contract എന്ന് പറയാൻ കാരണം. അതൊരു അൺസർട്ടൺ ഫ്യൂച്ചർ ഇവന്റ് ആണ് സത്യത്തിൽ. ഓക്കെ, ഒരു ഇവന്റിനെ സംബന്ധിച്ചിടത്തോളമാണ്, ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളമാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കുകയാണ് 10,000 രൂപയും 500 രൂപയും കൊടുക്കുന്നത് ഒരു ആക്റ്റാണ്, പ്രവൃത്തിയാണ്. അതേസമയം മാറി നിൽക്കുന്നത് ഒരു ഒമിഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ടു ഡു എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ടു ഡു കോൺട്രാക്ട് ക്ലാസിഫിക്കേഷൻ കോൺട്രാക്ട് ടു പേ 10,000 rupees if B's house is burned. ബിയുടെ വീട് കത്തുകയാണെങ്കിൽ അതാണ് if some event collateral to such contract എന്ന് പറയാൻ കാരണം. അടുത്തതായി കണ്ടീജിയൻ കോൺട്രാക്റ്റിന്റെ പലതരത്തിലുള്ള കോൺട്രാക്റ്റുകളെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ബാഹ്യമായി നോക്കുമ്പോൾ ഈ പറയുന്ന കോൺട്രാക്റ്റുകളിലൊന്നും കണ്ടീജിയന്റ് കാണുകയില്ല, ആ വേർഡേ കാണുകയില്ല. പക്ഷേ അതിന്റെ എസെൻസ് എപ്പോഴും ഈ പറയുന്ന കോൺട്രാക്റ്റുകളിൽ കാണാൻ സാധിക്കാവുന്നതാണ്. ആദ്യത്തേത് ഇൻഷുറൻസ് എഗ്രിമെന്റ് ആണ്. നമ്മൾ ഒരു ഇൻഷുറൻസ് എഗ്രിമെന്റിൽ ഒപ്പുവെക്കുമ്പോൾ അതിൽ പറയുന്ന സാഹചര്യങ്ങളെല്ലാം നടക്കും എന്നുള്ള പ്രതീക്ഷയിലല്ല നമ്മൾ അതിൽ ഒപ്പുവെക്കുന്നത്, അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് എഗ്രിമെന്റിന്റെ ഭാഗമാകും. അങ്ങനെ നടന്നാൽ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇൻഷുറൻസ് കൂടുന്നത്, അല്ലെ? നമ്മളൊരു ആക്സിഡന്റ് ക്ലെയിം ആയ ഒരു ഇൻഷുറൻസ് കൂടുമ്പോൾ 2020 ഒരു ആക്സിഡന്റ് നടക്കും എന്നുള്ള പ്രതീക്ഷയിലല്ല, അങ്ങനെ എക്സ്പെക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരു അൺസർട്ടൺ ഫ്യൂച്ചർ ഇവന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നമ്മൾ ആ എഗ്രിമെന്റ് കൂടുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവിടെ കണ്ടിജന്റ് കോൺട്രാക്റ്റിന്റെ ഒരു എസെൻസ് ഇൻഷുറൻസ് എഗ്രിമെന്റിൽ വരുന്നത്. വേജറിന്റെ കാര്യം ഞാൻ ഓൾറെഡി നമ്മുടെ മുമ്പത്തെ രാജു രാമു എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു. ട്രെയിൻ ലേറ്റ് ആവുകയാണെങ്കിൽ രാജുവിന് പൈസ കൊടുക്കേണ്ടി വരും. പ്ലഡ്ജിലും എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കുമ്പോൾ, പ്ലഡ്ജിന്റെ ഡെഫിനിഷനൊക്കെ നോക്കുമ്പോൾ ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗുഡ്സ്, നമ്മുടെ ഒരു വസ്തു പ്ലഡ്ജ് ചെയ്യുന്നത് എന്തിനാണ്? എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുന്ന പൈസ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന ആ ഗുഡ്സ് വിറ്റുകൊണ്ട് അദ്ദേഹത്തിന് ആ കാശ് മുതലാക്കാൻ സാധിക്കും. ഇവിടെയാണ് കണ്ടിജന്റ് കോൺട്രാക്ട് പ്ലഡ്ജിൽ ഒതുങ്ങി വരുന്നു, ഇതിലൂടെ കടന്നു വരുന്നു എന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനൊരു സംഭവം, അല്ലെങ്കിൽ നമ്മൾ അത് കൊടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാൽ എന്തെങ്കിലും തരത്തിൽ അത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ പറയുന്ന പ്ലഡ്ജ് ഗുഡ്സിന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ കാശ് മുതലാക്കാൻ സാധിക്കും. കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. നമുക്ക് ഫുൾ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി, ബി എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, ഇത് ഇദ്ദേഹം ചെയ്തിരിക്കും എന്നുള്ളത്. ആ ഗ്യാരണ്ടി എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുകളിൽ. ഇനി അഥവാ അതിന്റെ ഒരു ഇംപ്ലോയിഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, അഥവാ ആ പറയുന്ന പ്രവൃത്തി അദ്ദേഹം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉത്തരവാദിത്വം ഉണ്ടാവും, ആ നഷ്ടങ്ങളിൽ നിന്ന് ഉത്തരവാദിത്വം ഉണ്ടാവും എന്നുള്ള തിയറിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇംപ്ലോയിഡ് കണ്ടീഷനാണ് അവിടെ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5 കോൺട്രാക്റ്റുകളിലും 5 എഗ്രിമെന്റിലും കണ്ടീജിയൻ കോൺട്രാക്റ്റിന്റെ പ്രസൻസ് എപ്പോഴും കാണാൻ സാധിക്കും.
അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് എൻഫോഴ്സ്മെന്റ് ഓഫ് കണ്ടീജിയന്റ് കോൺട്രാക്ട്. എപ്പോഴൊക്കെയാണ് ഒരു കണ്ടീജിയന്റ് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ഒരു ഭാഗം കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 32 പ്രകാരമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്ഷൻ 32 പ്രകാരം കണ്ടീജിയന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ എപ്പോൾ ഒരു അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റിൽ, അപ്പോൾ ആ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് നടന്നാൽ മാത്രമാണ് ആ പറയുന്ന കണ്ടീജിയന്റ് കോൺട്രാക്ട് നിയമപ്രാബല്യത്തിൽ വരികയുള്ളൂ. സെക്ഷൻ 32 പ്രകാരം കണ്ടീജിയന്റ് കോൺട്രാക്ട് ഈസ് ടു ഡു ഓർ നോട്ട് ടു ഡു എനിത്തിങ് ഇഫ് an uncertain future event happens, cannot be enforced by law unless and until that event has happened. ആ പറയുന്ന ഇവന്റ്, ആ പറയുന്ന ആ ഒരു അൺഎക്സ്പെക്റ്റഡ് അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് നടക്കുമ്പോൾ മാത്രമാണ് ഓൺ എൻ ഇവന്റ് ഹാപ്പനിങ് എന്നുള്ള ആ കണ്ടീഷനിൽ ആ പറയുന്ന കണ്ടീജിയന്റ് കോൺട്രാക്ട് നിയമപ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇഫ് ദ ഇവന്റ് ബിക്കെയിം ഇംപോസിബിൾ സച്ച് കോൺട്രാക്ട് ബിക്കെയിം വോയിഡ്. അങ്ങനെ പറയുന്ന അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് നടന്നില്ലെങ്കിൽ then it became void. ഈ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി വോയിഡായി മാറുകയാണ്. അപ്പോ ഈ കോൺട്രാക്ട് this contract cannot be enforced by law unless and until that uncertain future event has happened. അതായത് അത് നടക്കണം. നമ്മൾ കോൺട്രാക്ട് ആക്ടില് സെക്ഷൻ 2 ക്ലോസ് ഡിയിൽ പഠിക്കുന്നുണ്ട്, പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ കൺസിഡറേഷൻസ് ആർ വാലിഡ്. പക്ഷേ ഇവിടെ ഈ കോൺട്രാക്റ്റിന് നിയമപ്രാബല്യം വരണമെങ്കിൽ ആ പറയുന്ന ഇവന്റ് നടന്നിരിക്കണം. അവിടെ ഫ്യൂച്ചറിലേക്ക് പോകുന്നില്ല, പ്രസന്റിലും പാസ്റ്റിലുമായി നടന്നിരിക്കണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്കും പാസ്റ്റ് ടെൻസിലേക്കും കടന്നു പോയിരിക്കണം. ഇവിടെ ഫ്യൂച്ചർ ടെൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. കോണ്ടിജന്റ് കോൺട്രാക്ട്സ് ഒരിക്കലും ഒരു ഫ്യൂച്ചർ ടെൻസിലാണ് നിൽക്കുന്നതെങ്കിലും, ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നതെങ്കിലും ആ ഫ്യൂച്ചറിൽ നിന്നുകൊണ്ട് തന്നെ ആ കോൺട്രാക്ട് നിയമപ്രാബല്യത്തിൽ വരാൻ സാധിക്കുകയില്ല. പകരം ആ പറയുന്ന ഇവന്റ് അവിടെ സംഭവിക്കണം. നാളെ അത് സംഭവിക്കും, അതുകൊണ്ട് ഇപ്പൊ അത് ഈ കോണ്ടിജന്റ് കോൺട്രാക്ട് നിയമപ്രാബല്യത്തിൽ വരാൻ സാധിക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. അത് സംഭവിക്കാതെ ഈ കോണ്ടിജന്റ് കോൺട്രാക്ട് നിയമപ്രാബല്യത്തിൽ വരാൻ സാധിക്കുകയില്ല. ഇഫ് ദാറ്റ് അൺസർട്ടൻ ഫ്യൂച്ചർ ഹാസ് നോട്ട് ഹാപ്പൻ ഓർ ഇമ്പോസിബിൾ ടു occur, then this contract became void. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കോൺട്രാക്ട് ആക്ട് പഠിച്ചപ്പോൾ ഇതിനുള്ള മുൻപുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണാം, വോയിഡ് എന്ന് പറയുന്നത് സാധാരണ ഓട്ടോമാറ്റിക്കായി നടക്കുന്ന 3-4 സന്ദർഭങ്ങളേ ഉള്ളൂ. ആ സന്ദർഭങ്ങളിൽ നിന്ന് ഒന്നും വരാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോ ഒരു വോയിഡ് കോൺട്രാക്ട് ഉണ്ടാവാൻ കണ്ടീജിയന്റ് കോൺട്രാക്റ്റിലും സാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാം. ഓക്കെ, ആ ഒരു അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ ആ പറയുന്ന കോൺട്രാക്ട്, അതിന്റെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി വോയിഡായി മാറും. നമ്മൾ ഈ പറയുന്ന ഈ ഒരു പ്രവർത്തനം ഈ പറയുന്ന എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. രാജു ഉറപ്പ് പറയുകയാണ്, ആ പറയുന്ന ട്രെയിൻ കൃത്യസമയത്തെത്തും, അങ്ങനെ എത്തിയില്ലെങ്കിൽ 500 രൂപ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ ട്രെയിൻ കൃത്യസമയത്തെത്തിയില്ലെങ്കിൽ ഈ പറയുന്ന കോണ്ടിജന്റ് കോൺട്രാക്ട് ആക്റ്റീവ് ആവും, ലൈവ് ആവും, ലീഗലി എൻഫോഴ്സിബിൾ ആവാൻ സാധിക്കും. അതേസമയം ആ ട്രെയിൻ കൃത്യസമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് വോയിഡായി മാറും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു ഭാഗം. ഇതിന്റെ മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. സിലബസ് പ്രകാരമുള്ള ഒരു എക്സാമ്പിൾ ഇതാണ്. എ മേക്സ് എ കോൺട്രാക്ട് വിത്ത് ബി ടു ബൈ ബീസ് ഹോഴ്സ്
if A survives C. This contract cannot be enforced by law unless and until C dies in A's lifetime. അപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് പറയുകയാണ്, ഞാൻ നിന്റെ കുതിരയെ വാങ്ങാം, ഞാൻ ജീവിച്ചിരിക്കുകയും സി എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സി മരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്ക് അല്ലെങ്കിൽ ബിക്ക് ബിയുടെ ഹോഴ്സ് വാങ്ങാനുള്ള എയുടെ കോൺട്രാക്ട് ലീഗലി എൻഫോഴ്സിബിൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ സി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിക്കുകയും എ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതകാലം ഫുള്ളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോൺട്രാക്ട് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് നിയമപ്രാബല്യത്തിൽ വരികയില്ല. ഈവൻ ദോ ഈ പറയുന്ന കോൺട്രാക്ട് എസെൻഷ്യൽ എലമെന്റ് ഓഫ് കോൺട്രാക്ട് പ്രകാരം പാലിച്ച് ഉണ്ടാക്കിയതാണെങ്കിലും ഓഫർ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതൊരു എൻഫോഴ്സിബിൾ ആക്കാൻ സാധിക്കുന്ന ഒരു കോൺട്രാക്റ്റായി മാറാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ പറയുന്ന എഗ്രിമെന്റിനെ കോൺട്രാക്ട് ആക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഈ ഒരു കേസിൽ ആ പറയുന്ന ഇവന്റ് നടക്കാതെ കോൺട്രാക്ട് ആവുകയില്ല, അല്ലെങ്കിൽ ലീഗലി എൻഫോഴ്സിബിൾ ആവുകയില്ല. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കണ്ടീജിയൻ കോൺട്രാക്ട് ഓൺ ഇവന്റ് നോട്ട് ഹാപ്പനിങ്. നേരത്തെ നമ്മൾ പഠിച്ചത് ഒരു സംഭവം നടക്കുമ്പോൾ ഉള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു സംഭവം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടീജിയൻ കോൺട്രാക്റ്റുകളെ പറ്റിയാണ്. സെക്ഷൻ 33 പ്രകാരം contingent contract to do or not to do anything if an uncertain future event does not happen can be enforced when the happening of that event became impossible. നമുക്ക് ഇതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. A agrees to pay B a sum of money if a certain ship does not return. A എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു അഗ്രിമെന്റ് വെക്കുകയാണ്, ഒരു കപ്പല് ഒരു തിരിച്ചു വന്നില്ലെങ്കിൽ ഇത്ര രൂപ തരാമെന്ന്. ദ ഷിപ്പ് സങ്ക്, അങ്ങനെ ആ കപ്പൽ നശിച്ചുപോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കോൺട്രാക്ട് ലൈവ് ആവുകയാണ്. അപ്പൊ ഷിപ്പ് റിട്ടേൺ ചെയ്തിരുന്നെങ്കിൽ ഈ കോൺട്രാക്ട് വോയിഡ് ആവുകയും ഷിപ്പ് റിട്ടേൺ ചെയ്യാതെ നശിച്ചു പോയത് കൊണ്ട് ഈ കോൺട്രാക്ട് ലൈവ് ആവുകയും ആക്റ്റീവ് ആവുകയും ചെയ്യപ്പെട്ടു. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 34. എപ്പോഴാണ് ഒരു ഇവന്റ് ഡീംഡ് ടു ബി ഇംപോസിബിൾ ആവുന്നു? നടക്കാത്ത സാഹചര്യത്തിന് ബന്ധപ്പെടുന്നു. ഡീംഡ് എന്ന് പറയുന്നത് എന്നതുപോലെ എന്നാണ്, ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. അപ്പൊ നമുക്കത് നോക്കാം. ഇഫ് ദ ഫ്യൂച്ചർ ഇവന്റ് ഓൺ വിച്ച് എ കോൺട്രാക്ട് ഈസ് contingent is the way in which a person will act at an unspecified time, event shall consider to become impossible when such person does anything which render it an event impossible that he should so act with it any definite time. ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു കോൺട്രാക്ട് കൂടുകയാണ്. ബി സിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷേ സി കല്യാണം കഴിച്ചത് ഡീനെയാണ്. അതും എ ആൻഡ് ബി കോൺട്രാക്ട് കൂടി 10 വർഷത്തിന് ശേഷം. അപ്പോ സി ഡീനെ കല്യാണം കഴിക്കുന്ന നിമിഷം മുതൽ ബിയും സിയും തമ്മിലുള്ള കല്യാണം നടക്കുകയില്ല. ബിക്ക് സിനെ കല്യാണം കഴിക്കാൻ 10 വർഷത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നോക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ബി അത് ശ്രമിച്ചില്ല. അങ്ങനെ സി എന്ന് പറയുന്ന വ്യക്തി ഡി എന്ന് പറയുന്നവനെ കല്യാണം കഴിക്കുന്നതോടുകൂടി ബി സി തമ്മിലുള്ള കല്യാണം ഒരു ഇംപോസിബിൾ ആക്ടായി മാറുകയാണ്. ഇതിനൊരു സാഹചര്യം കൂടിയുണ്ട്.
ചിലവർക്ക് സംശയം വരുന്നൊരു ഭാഗമാണ് ബി എന്ന് പറയുന്ന വ്യക്തി സീനെ കല്യാണം കഴിക്കണമെങ്കിൽ ഡി മരിച്ചാൽ പോരെ എന്ന്. പക്ഷേ ഈ കോൺട്രാക്റ്റ് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കണ്ടീജിയൻ കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു സാഹചര്യത്തെ പറ്റി പറയാറില്ല. കാരണം ആ കണ്ടീജിയൻ കോൺട്രാക്ട് സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ആ പറയുന്ന ടൈമിൽ നടക്കണം. ഇവിടെ പറയുന്ന ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടൈം ഇവിടെ സ്പെസിഫൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബി എന്ന് പറയുന്ന വ്യക്തി സി എന്ന് പറയുന്ന കല്യാണം കഴിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായി. പക്ഷെ സി ഡീനെ കല്യാണം കഴിച്ചോടുകൂടി ആ സാഹചര്യം നശിച്ചു. ആ സാഹചര്യം നശിച്ചോടുകൂടി ആ പറയുന്ന ഒബ്ജക്റ്റ്, ആ കണ്ടീജിയൻ കോൺട്രാക്റ്റിന്റെ ഒബ്ജക്റ്റ് നശിക്കുകയും ഇറ്റ് ബിക്കെയിം ഇമ്പോസിബിൾ ആക്ടായി മാറുകയും ചെയ്യുകയാണ്. വൺസ് എൻ ഇമ്പോസിബിൾ ആക്ട് ആവുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ അൺലോഫുൾ ഒബ്ജക്റ്റായി പ്രഖ്യാപിക്കുകയും ആ പറയുന്ന കോൺട്രാക്ട് പിന്നെ വോയിഡായി മാറുകയും ചെയ്യപ്പെടുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതേ തിയറിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോ സി എന്ന് പറയുന്ന വ്യക്തി ഡീനെ കല്യാണം കഴിക്കുന്ന ആ സമയമാണ് ബിക്കുള്ള സമയപരിധി. സി ഡീനെ കല്യാണം കഴിച്ചു ഡി മരിച്ചു പോയാലും ബിക്ക് അത് റീഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം സി ഡീനെ കല്യാണം കഴിക്കുന്നതോടുകൂടി ആ സാഹചര്യം, ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് നശിച്ചു പോകുന്നതുകൊണ്ട് ആ കോൺട്രാക്ട് വോയിഡായി മാറും. ഇതാണ് കണ്ടക്ട് ഓഫ് ലിവിങ് പേഴ്സണിൽ പറയുന്നത്. സാധാരണഗതിയിൽ ഡീംഡ് ടു ബി ഇമ്പോസിബിൾ 2 തരത്തിലാണ് ചെയ്യാറ്. ബൈ ദ കണ്ടക്ട് ഓഫ് ലിവിങ് പേഴ്സൺ ആൻഡ് ഓർ ടൈം. സമയപരിധി ആ പറയുന്ന വ്യക്തിയുടെ പ്രവർത്തനം മൂലം അത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന, ആ സാഹചര്യം ഉണ്ടാവാത്ത രീതിയിൽ വരികയും ചെയ്യുന്ന കാര്യങ്ങളിലെയാണ് സാധാരണ ഡീംഡ് ടു ബി ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 35. എപ്പോഴാണ് ഒരു കണ്ടീജിയൻ കോൺട്രാക്ട്, ഒരു സംഭവം നടക്കുന്നത്, ഒരു സ്പെസിഫൈഡ് ടൈമിൽ ഒരു ഇവന്റ് നടക്കുന്ന ആ കാര്യം പഠിക്കുന്നു. ആസ് പെർ സെക്ഷൻ 35, contingent contract to do or not to do anything if a specified uncertain event does not happens within fixed time may be enforced by law when the time fixed is expired and such event has not happened on or before the time is fixed as expired. നമ്മൾ സെക്ഷൻ 34 ഒരു സ്പെസിഫൈഡ് ടൈമോ ഫിക്സഡ് ടൈമോ വെച്ചിരുന്നില്ല. പക്ഷെ 35 ഒരു സ്പെസിഫൈഡ് ടൈം വെക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ നോക്കാം. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് പണം തരാമെന്ന് പറയുന്നു. എങ്ങനെ? ഒരു ഷിപ്പ് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഒരു ഷിപ്പ് 2020 വരും. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് പൈസ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ആ ഷിപ്പ് 2020 വന്നാൽ എക്ക് ബാധ്യത വരും, കൊടുക്കാനുള്ള ബാധ്യത വരും. അതേസമയം ആ ഷിപ്പ് 2021 വന്നിരുന്നെങ്കിലോ എ എന്ന് പറയുന്ന വ്യക്തിക്ക് ബി എന്ന് പറയുന്ന വ്യക്തിയോട് പൈസ കൊടുക്കേണ്ട ബാധ്യത വരികയില്ല. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇമ്പോസിബിൾ ഇവന്റ് വോയിഡ്. നമ്മൾ കോൺട്രാക്ട് ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി പഠിക്കുന്ന ഒരു കാര്യമാണ് ഇമ്പോസിബിൾ ഇവന്റ് വെച്ചുകൊണ്ടുള്ള ഏതൊരു കോൺട്രാക്റ്റും വോയിഡ് ആണെന്നുള്ളത്. അൺലോഫുൾ ഒബ്ജക്റ്റ് ഹെഡിങ്ങിലൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചൊരു കാര്യമാണത്. അതേമാതിരി തന്നെ ഇവിടെയും അങ്ങനെ ഒരു ഫോളോ അപ്പ് നടക്കുന്നുണ്ട്. സെക്ഷൻ 36 കൃത്യമായി പറയുന്നു. കണ്ടീജിയൻ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു എനിത്തിങ് ഇഫ് ആൻ ഇമ്പോസിബിൾ ഇവന്റ് ഹാപ്പൻസ് ആർ വോയിഡ്. നമുക്ക് അതിനൊരു സാഹചര്യം നോക്കാം. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. 2 പാരലൽ ലൈൻ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ, ആ അവസ്ഥയിൽ തന്നെ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ, വേറെ ഫാബ്രിക്കേഷനോ മാനിപ്പുലേഷനോ ഇല്ലാതെ 2 ലൈൻ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു വെള്ള പേപ്പറിൽ 2 പാരലൽ ലൈൻ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ അത് നോക്കിയാലും അത് സാധിക്കുകയില്ല.
കാരണം 2 പാരലൽ ലൈൻ ഒരിക്കലും കൂട്ടിമുട്ടാറില്ല. ഒരു ക്രോസ് ലൈൻ ഇടാമെന്നല്ല ഉള്ള ഓപ്ഷൻ അല്ലാതെ. പക്ഷെ ഇവിടെ ഒരു ക്രോസ് ലൈൻ ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോ അതൊരു യൂണിവേഴ്സൽ ലോയാണ്. 2 ലൈൻ ഒരിക്കലും കൂട്ടിമുട്ടുക, പാരലലായ 2 ലൈൻ ഒരിക്കലും കൂട്ടിമുട്ടാറില്ല. അതൊരു യൂണിവേഴ്സൽ ലോയാണ്. അങ്ങനെ യൂണിവേഴ്സൽ ലോയിലും അൺലോഫുൾ ഇമ്പോസിബിൾ ഒബ്ജക്റ്റിലും നടക്കുന്ന കോൺട്രാക്റ്റുകൾ എപ്പോഴും വോയിഡായി മാറും. ഇത്രയുമാണ് കണ്ടീജിയൻ കോൺട്രാക്റ്റിന്റെ ഡെഫിനിഷൻ, സാഹചര്യം, അപ്ലൈ ചെയ്യാനുള്ള വിധം എന്നിവയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ മറ്റൊരു വസ്തുതയും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഇതിന്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ സാധാരണഗതിയിൽ വളരെ തെറ്റുകൾ വരുന്ന ഒരു ഭാഗമാണ് സെക്ഷൻ 32 and 33. സാധാരണ കുട്ടികൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ ആൻസർ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് ഹാപ്പൻസ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന ഒരു പ്രവണത സാധാരണഗതിയിൽ കണ്ടുവന്നിട്ടുണ്ട്. അത് തെറ്റാണ്. ക്യാൻ ബി എൻഫോഴ്സിബിൾ എന്ന് പറയുന്ന ആ വേർഡ് ഉപയോഗിക്കുന്നത് സെക്ഷൻ 33-ലാണ്, 32-ലല്ല. 32-ൽ കനോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ ലോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്. ഈവൻ എക്സാം ടൈമിന്റെ സ്ട്രെസ്സിൽ പോലും വളരെയധികം കൺഫ്യൂഷൻ വരുത്തുകയും പല സ്റ്റുഡൻസിന് മാർക്കുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ ഈവൻ LLB സ്റ്റുഡൻസിന് പോലും ഈ ഒരു ഭാഗം നന്നായി പഠിച്ച് എഴുതേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഇതിൻ്റെ ആ തീം മനസ്സിലാക്കാതെ ഇത് എഴുതി കഴിഞ്ഞാൽ എക്സാമിന് വളരെ കൺഫ്യൂസ്ഡ് ആവുകയും ആ സ്ട്രെസ്ഫുൾ മൂവ്മെൻറ്റിൽ എഴുതാനുള്ള ആ സ്ട്രെസ്ഫുൾ മൂവ്മെൻറ്റിൽ വളരെയധികം കൺഫ്യൂഷൻ വരികയും അങ്ങനെ വളരെ തെറ്റായി എഴുതി വെക്കുന്ന ഒരു സാഹചര്യം വരുന്നതാണ്. സാധാരണഗതിയിൽ കോൺട്രാക്ട് ലോ സ്റ്റുഡൻസിന് വാട്ട് ഈസ് എ കണ്ടീജിയൻ കോൺട്രാക്ട്, വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെന്റ് ഓഫ് കണ്ടീജിയൻ കോൺട്രാക്ട് എന്ന് പറയുന്ന ഭാഗമൊക്കെ എക്സാംസിന് എസ്സേ ചോദ്യം പോലെ വരുന്ന ഒരു ഭാഗമാണ്. 6 സെക്ഷനാണ്. 5 സെക്ഷൻ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടാവുന്ന രൂപവും അതോടൊപ്പം തന്നെ ഈ ഇല്ലിസ്ട്രേഷൻസും കൃത്യമായി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് അതിന് കിട്ടാറ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നൊരു ഭാഗം നന്നായി പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ വീണ്ടും കണ്ട് പഠിച്ചു പോകണമെന്ന് ഒരു അഭ്യർത്ഥനയും കൂടി എനിക്കുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.